മിഥുൻ, ഇവിടെ അതിനിശിതമായ വിമർശനമാണ് ഒരു മുൻ ഗവർണർ. അദ്ദേഹം ബി.ജെ.പിയുടെ മന്ത്രിയായിരുന്നു. 4 സംസ്ഥാനങ്ങളുടെ ഗവർണർ സ്ഥാനത്തിരുന്ന വ്യക്തിയാണ്. നൽകാത്ത സ്ഥാനങ്ങളൊന്നുമില്ല. പക്ഷേ അദ്ദേഹം തുടക്കം മുതൽ തന്നെ മോദിക്കെതിരെ നിശിതമായ വിമർശനങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഓക്കെ, ശരി, വിമർശനങ്ങൾ വരുന്നു. ആ വിമർശനങ്ങൾ അല്ലെങ്കിൽ തിരുത്തുവാനുള്ള ഒരു ശ്രമം നടത്തുവാനാണോ ശ്രമിക്കേണ്ടത്, അതോ ഇത്തരത്തിൽ CBI അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവിധ സ്ഥാപനങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ വീടുകളിൽ, അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെ, അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്നവരെ എല്ലാം പിടിക്കാൻ ശ്രമിക്കുന്നു? പക്ഷേ ഇദ്ദേഹം പറയുന്ന വാക്കുകൾ, മോദി എന്ന് പറയുന്ന ഏകാധിപതിയുടെ മുമ്പിൽ തലകുനിക്കില്ല, ഞാനൊരു കർഷകനാണ്, ഒരു കർഷകന്റെ മകനാണ്, ഇത്തരത്തിലുള്ള എതിർ ശബ്ദങ്ങളെയും നാം കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ മിഥുൻ? നോക്കൂ, ആദ്യത്തെ കാര്യം, ഇതൊരു രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ വരുന്ന ഒരു അന്വേഷണമാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാം. കോടതി അതിനെ വളരെ സീരിയസ് ആയി തന്നെയാണ് ഇങ്ങനെയുള്ള കേസുകൾ എടുക്കാറുള്ളത്. അപ്പോ ഇവിടെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, സത്യപാൽ മലിക്, പുൽവാമ കേസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ പോവാണ്. അതായത് ഇവിടെ തുടങ്ങി അങ്ങോട്ട് ചാടി ഒരു മങ്കി ബ്രാഞ്ചിങ് രീതിയിലാണ് ഈ ചർച്ച പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പുൽവാമ വിഷയത്തിൽ അദ്ദേഹം ഉന്നയിച്ച കാര്യം എന്താ? അദ്ദേഹം പറഞ്ഞത് അവിടെ എയർ ലിഫ്റ്റിംഗ് നടന്നില്ല. എയർ ലിഫ്റ്റിംഗ് ഒരു റെഗുലർ പ്രൊസീജിയർ അല്ല. ആർമി ജവാന്മാരെ അതായത് ബേസ് ഈ പറയുന്ന പോലെ ട്രാൻസിറ്റ് ബേസിലേക്ക് കൊണ്ടുപോകാൻ എപ്പോഴും എയർ ലിഫ്റ്റിംഗ് നടക്കാറില്ല. അതൊരു റെഗുലർ പ്രൊസീജിയർ അല്ല. അതിനുവേണ്ടി റിക്വസ്റ്റ് പോകാറുണ്ട്, അത് പലപ്പോഴും ക്യാൻസൽ ആവാറുണ്ട്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണോ ഇദ്ദേഹം ഈ കണ്ടുപിടുത്തം നടത്തിയത്? അതിൽ അന്വേഷണം നടക്കട്ടെ. അങ്ങനെ ആണെങ്കിൽ അതൊരു എന്താ പറയാ, അതൊരു കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ഫൈൻഡിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം. സത്യപാൽ മലിക് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു എന്നതിന്റെ പേരിൽ മാത്രം ഒരു സർക്കാരിനെ വിമർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു യുക്തി ഞാൻ കാണുന്നില്ല. കാരണം ഇതേ സത്യപാൽ മലിക് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മോദിയാണ് ജമ്മു ആൻഡ് കാശ്മീരിന്റെ രക്ഷകൻ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ വളരെ മോശമായ വാക്കുകളൊക്കെ ഉപയോഗിച്ച് അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പല സമയത്തായിട്ട് പല നിലപാടുകൾ സ്വീകരിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ പുൽവാമ വിഷയം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ചെയ്തത് എന്ന കാര്യം കൂടെ അവിടെ സംശയമായി കിടക്കുമ്പോൾ നമ്മൾ വളരെ എന്താ പറയാ കൺക്ലൂസീവ് ആയിട്ടുള്ള എന്തോ എവിഡൻസ് കിട്ടിയ പോലെയാണ് നമ്മൾ പലരും ഇവിടെ സംസാരിക്കുന്നത്. പിന്നെ ഒറ്റ കാര്യം ചോദിച്ചോളട്ടെ മിഥുനെ, ഞാൻ ഒരു ഒറ്റ കാര്യത്തിൽ ചോദിച്ചോളട്ടെ. കാരണം ഇദ്ദേഹം മുൻപോട്ട് വെച്ച അല്ലെങ്കിൽ ആ ഒരു ആശയം, അല്ലെങ്കിൽ എന്തുകൊണ്ട് എയർ ലിഫ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിലേക്ക് കത്തുകൾ അയച്ചു അല്ലെങ്കിൽ അറിയിക്കുന്നു, എന്നിട്ട് അവർ നടപടികൾ സ്വീകരിക്കുന്നില്ല. പക്ഷേ ഈ വിഷയത്തിൽ പിന്നീട് കരസേനാ മേധാവി അടക്കമുള്ളവർ ഇദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന, പിന്നീട് തുടർന്നുണ്ടാകുന്ന നിരവധി സംഭവവികാസങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അത് ഒരെണ്ണം മാത്രം. ഇപ്പം ഏറ്റവും അവസാനമായി വന്നാൽ ഇൻഷുറൻസ് കമ്പനികൾ ജമ്മു കാശ്മീരിൽ നടത്തിയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അല്ലെങ്കിൽ കിരു പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ ഒന്നും മാത്രമല്ല. ഇവിടെ വിമർശിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം ഇതാണ്. വിമർശനം നടത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ CBI അന്വേഷണം, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കൊപ്പം വന്നോളൂ, ഞങ്ങൾ യാതൊരു പ്രശ്നം ഉണ്ടാക്കില്ല, നിങ്ങൾ ഒന്നുകിൽ വിമർശിക്കാം അല്ലെങ്കിൽ ഞങ്ങൾക്കൊപ്പം നിൽക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ, മോദി എന്ന് പറയുന്ന ഒരു വ്യക്തി ഏകാധിപതിയെ പോലുള്ള പെരുമാറ്റത്തെക്കുറിച്ചാണ് ഇവിടുത്തെ ഒരു വിഷയം. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ ഇപ്പോൾ ഒരു റെയ്ഡ് നടന്നു. CBI ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയാണ്. അവർക്ക് അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളും സെർച്ച് ചെയ്യാനും റെയ്ഡ് ചെയ്യേണ്ടൊക്കെ ആവശ്യം വരും. അവിടെ സത്യപാൽ മലിക് മോദിക്കെതിരെ നിൽക്കുന്ന ആളാണ്, അതുകൊണ്ട് നമുക്ക് അയാളുടെ വീട് റെയ്ഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അയാൾ ഈ വിഷയത്തിലെ വിസിൽ ബ്ലോവർ ആണ്, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന രീതിയിലൊക്കെ ഒരു ഏജൻസിക്ക് അവരുടെ കേസ് അന്വേഷിച്ച് തെളിയിക്കാൻ പറ്റും. പിന്നെ താങ്കൾ ഇവിടെ സൂചിപ്പിക്കുന്നത് BJP വന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഏജൻസീസിനൊക്കെ ഉപയോഗിച്ചൊരു വേട്ടയാടൽ നടത്തുകയാണെന്നാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു മെട്രിക്സ് ശരിക്കും പരിശോധിച്ച് നോക്കുകയായിരുന്നു. ഈ 2014 ശേഷം അറസ്റ്റായ നേതാക്കൾ, അല്ലെങ്കിൽ 2014 മുമ്പ് അറസ്റ്റായ ഈ ഓപ്പോസിഷൻ പാർട്ടിയിലെ നേതാക്കളുടെ എണ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ തന്നെ അറസ്റ്റ് ആയിട്ടുള്ളത്. ഈ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അത് കുറയാണ് ചെയ്തത്. മീൻസ് എതിരാളികൾ, ഇപ്പൊ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ, ഞാൻ കോൺഗ്രസിനെ ഒരു ഉദാഹരണമായി പറഞ്ഞതാണ് കേട്ടോ.